Hello friends, Assalamu alaikum. Once again welcome back to Shaju's Mehendi Art. ഓർഗാനിക് മെഹന്തി പേസ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കോൺസിൽ നമ്മൾ കെമിക്കലൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓർഗാനിക് എണ്ണ കൊണ്ട് മെഹന്തി ഇട്ടവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം സ്മൂത്തായിട്ടാണ് ഈ കോൺ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് എന്ന്. അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറും ഓർഗാനിക് എണ്ണ കൊണ്ട് കിട്ടും. മെഹന്തി ഇടാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? അതുപോലെ തന്നെ സ്വന്തമായി മെഹന്തി കോൺ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല ക്വാളിറ്റി രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. ട്രിപ്പിൾ സിഫ്റ്റഡ് ഹെന്ന പൗഡർ ആണെങ്കിൽ അത്രയും നന്നായിരിക്കും. 50 ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് ബിഗിനേഴ്സ് എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി തുടങ്ങുന്നതാവും നല്ലത്. നമ്മളെ ഹെന്നയുടെ കളറ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എസെൻഷ്യൽ ഓയിലാണ്. 50 ഗ്രാം ഹെന്ന പൗഡറിന് 15 ml എസെൻഷ്യൽ ഓയിലാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വേണ്ടത്. ഞാനിവിടെ ടീ ട്രീ ഓയിലാണ് യൂസ് ആക്കുന്നത്. പല തരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലാവൻഡർ, ടീ ട്രീ, യൂക്കാലിപ്റ്റസ്, കാച്ച് ഫ്രൂട്ട്, അങ്ങനെ ഏത് വേണേലും യൂസ് ആക്കാം. പിന്നെ ഇതുപോലൊരു മെഷറിംഗ് കപ്പ് യൂസ് ആക്കി എസെൻഷ്യൽ ഓയിൽ മെഷർ ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഷുഗറാണ്. 20 ഗ്രാം ഷുഗറാണ് ഞാനിവിടെ യൂസ് ആക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഇനി നമുക്ക് 50 ഗ്രാം ഹെന്ന പൗഡർ ഒരു ബൗളിലോട്ട് ഇടാം. അതിലേക്ക് ഒരു 20 ഗ്രാം ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ നമ്മൾ ആഡ് ചെയ്യണത് നമ്മുടെ ഹെന്ന പേസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആവാനാണ്. സോ മൈലാഞ്ചിയുടെ കളറ് സ്കിന്നിലേക്ക് വേഗം അബ്സോർബ് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. പല ഹെന്ന പൗഡറിനും വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്നതാവും എപ്പോഴും നല്ലത്. വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഹെന്ന പേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഹെന്ന പേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഹെന്ന പേസ്റ്റ് എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിനി എസെൻഷ്യൽ ഓയിൽ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത് മൈലാഞ്ചിയുടെ നാച്ചുറൽ കളറിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനിയും നന്നായിട്ട് നമുക്ക് ഈ ഹെന്ന പേസ്റ്റ് മിക്സ് ആക്കണം. ഈ സ്റ്റേജിൽ പേസ്റ്റിൽ ഒരുപാട് ലംസ് ഉണ്ടാവും, പക്ഷെ അത് ഇപ്പം തന്നെ ഉടക്കണമെന്നില്ല. ഈ പേസ്റ്റ് നമ്മളൊരു 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സമയത്ത് ലംസൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടും. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പ്രോസസ്സിന് സാധാരണ പറയാറ് ഡ്രൈ റിലീസ് എന്നാണ്. 8 to 12 hours വരെ ഡ്രൈ റിലീസിനെ നോർമലി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി കവർ ചെയ്തതിന് ശേഷം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കാവൂ. ഇതിൻ്റെ ഉള്ളിലെ എസെൻഷ്യൽ ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. എട്ട് മണിക്കൂറിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച പേസ്റ്റ് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ പേസ്റ്റ് ഒരു ഓറഞ്ച് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനർത്ഥം ഡ്രൈ റിലീസ് നന്നായി നടന്നു എന്നാണ്. ഒരു സ്പാച്ചില വെച്ച് പേസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് സ്പാച്ചില വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു എഗ് ബീറ്റർ യൂസ് ആക്കിയിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 5 മിനിറ്റോളം ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഹെന്ന പേസ്റ്റിലുണ്ടായിരുന്ന ലംസൊക്കെ നന്നായി ബ്രേക്ക് ആയിട്ട് കിട്ടും. ഈ സ്റ്റേജിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ആക്കാം. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ ഹെന്ന പൗഡർ നന്നായി അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടൊരു കൺസിസ്റ്റൻസിയിൽ ഞാൻ പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പേസ്റ്റ് ഇങ്ങനെ അമർത്തി മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ 4 ഇഞ്ചോളം മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഹെന്ന പേസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുമ്പോൾ ഒരു സ്ട്രെയിനർ സോക്സ് കൂടി യൂസ് ആക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ പേസ്റ്റിലുള്ള എക്സ്ട്രാ ലംസൊക്കെ റിമൂവ് ആക്കാനും പേസ്റ്റ് ഒന്നുകൂടി സ്മൂത്ത് ആക്കാനും ഹെൽപ്പാക്കും.
വീഡിയോയിൽ കാണുന്നത് പോലെ പൈപ്പിംഗ് ബാഗ് നന്നായി മുറുകെ പിടിച്ച് സോക്സ് നന്നായി പിറകിലോട്ട് വലിച്ചാൽ ഹെന്ന പേസ്റ്റ് മുഴുവൻ പൈപ്പിംഗ് ബാഗിൽ സ്റ്റോറായി കിട്ടും. ഇനി നമുക്ക് ഈ ഹെന്ന പേസ്റ്റ് ചെറിയ കോണിലോട്ട് മാറ്റി വീഡിയോയിൽ കാണുന്നത് പോലെ സീൽ ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ഫില്ലിങ് ആൻഡ് സീലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.